ചേട്ടാ അനീഷേട്ടന്റെ നാട്ടിലാണുള്ളത്. അപ്പൊ അനീഷേട്ടന് കപ്പടിക്കാത്തതിൽ നിങ്ങൾക്ക് ഒരു വിഷമമുണ്ടോ? വളരെയധികം വിഷമമുണ്ട് ഒരു സംബന്ധിച്ച്. ആ. കാരണം അവസാന നിമിഷം വരെ ജീവൻ കൊടുത്തിട്ട് പൊരുതിയിട്ടാണ് നിന്നിരുന്നത്. അപ്പം അത് ഈ ഇവിടെ മാത്രമല്ല, ഇന്നലെ ഇവിടെ കാസർഗോഡ് നിന്ന് ആൾക്കാർക്ക് വന്നിരുന്നു. അവർക്ക് ഇവിടെ അവിടെ ഫാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു കിട്ടാത്തത് വലിയ വിഷമമായിട്ട് എതിർപ്പെട്ട് നിൽക്കണമെന്ന് പറഞ്ഞവരെ ഇത് കിട്ടാത്തത്. ഇപ്പൊ നാട്ടിലേക്ക് കുറെ ആളുകളൊക്കെ വരുന്നുണ്ടല്ലേ കാണാൻ? വരുന്നുണ്ട്. അവരിതിനൊന്നുമില്ല. അവരിവിടെ ഇവിടെ പൈപ്പിൻ്റെ പണി കേന്ദ്ര പൈപ്പ് പണി അതിന് എൻ്റെ വർക്കിങ്ങിൻ്റെ ആൾക്കാരായിരുന്നു. അവരിതിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് വീടേതാ ചോദിച്ചു. വീട് കാണിച്ചു കൊടുത്തു. പറഞ്ഞു അവിടെ അവർ കാസർഗോഡ് ഇതിന് ഫാനാണ് അവർക്ക് അവിടെ കിട്ടാത്തതിന് അവർക്ക് ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കണമെന്നാ പറഞ്ഞു അവിടെ കാസർഗോട്ടുകാർ. നാട്ടുകാർക്ക് വലിയ തീർപ്പുണ്ട്, എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ പറഞ്ഞാൽ ഇങ്ങോട്ട് കപ്പ് ഇങ്ങോട്ട് അടിക്കുന്ന പ്രതീക്ഷ എല്ലാവരും 100% ആഗ്രഹം നേർന്നത്. അപ്രതീക്ഷിതമായി അത് തള്ളിപ്പോയി. അത് ഏതാ കാരണം എന്നുള്ളതിന് അവർക്ക് തന്നെ അറിയുള്ളൂ. അതിനെ പരിപാടി ഉഗ്രന്റെ പരിപാടിയായിരുന്നു. എന്താ ചെയ്യാ, അതിലൊരാൾക്ക് വേറെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അവസാന നിമിഷം വരെ അത്രയും കയർത്തുകൊണ്ട് അയാൾ ഇതിനെ നിന്നിരുന്ന ഇതായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്നത്. അപ്പൊ എല്ലാവരും പ്രതീക്ഷ മുറുകെ കിട്ടുമെന്ന പ്രതീക്ഷ കാണാൻ രാത്രി പരിപാടി കഴിയുന്നൊരു ഉറക്കൊഴിച്ചിരുന്ന ആൾക്കാരുടെ കൂടെ മുന്നുണ്ട്. അത്ര ഇതായിരുന്നു. നമുക്ക് ഭാഗ്യമില്ല അത് കിട്ടാൻ, അത്രേ ഉള്ളൂ. ഏതോ നിലയ്ക്ക് ഭാഗ്യമായല്ല, അതെ ഏതൊക്കെ തട്ടിപ്പോയി. നമുക്ക് അത് ഇതില്ല. നാട്ടുകാരൊക്കെ തന്നെയാണ് നാട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ നാട്ടുകാരെന്നല്ല, ഈ കേരളം ഒറ്റക്ക് പ്രതീക്ഷനെ അന്വേഷിച്ച് കിട്ടുന്നതാണ്. നമ്മുടെ ഇത് മാത്രമല്ല. ഇപ്പം ഞങ്ങളിവിടെ പറയുമ്പോൾ ഞങ്ങൾ നാട്ടുകാരെന്ന് അഭിപ്രായം പറയും. പക്ഷേ ഇത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കേരളം ഒറ്റക്ക് തന്നെ അന്വേഷിച്ച് കിട്ടുന്ന പ്രതീക്ഷ എല്ലാവർക്കും തട്ടിപ്പോയി. നമുക്കൊരു ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. ഏതൊക്കെ തട്ടിപ്പോയില്ല കഴിഞ്ഞു. എന്തായാലും അത് വേറെ ഇതിൽ പോയതല്ലേ, അതൊക്കെ നിൽക്കിയതിന് തട്ടിപ്പോയതാണത്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് അതൊക്കെ ഏതൊഴിക്കാൻ പോയതല്ല, എല്ലാവർക്കും അറിയുന്ന കേസാണ്. അങ്ങനെ പോകട്ടെ ആഴിക്ക്. പക്ഷേ ഇനിയെങ്കിലും പരിപാടിയിൽ വരുമ്പോഴല്ലേ നോക്കാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് കേരളം ഒട്ടുക്ക് അന്വേഷണ സപ്പോർട്ട് ഇവിടെ മാത്രമല്ല. അതെ എല്ലാവർക്കും സപ്പോർട്ട്, കേരളം ഒട്ടുക്ക് സപ്പോർട്ടാണ് കൊടുക്കുക കേട്ടോ. യാതൊരു ഇതില്ല. അനീഷേട്ടന് കപ്പടിക്കാത്തതിലൊരു വിഷമമുണ്ടോ നാട്ടുകാർക്കൊക്കെ? അത് ഉണ്ട്, വിഷമമുണ്ട്. കിട്ടുമെന്ന് വിചാരിച്ചു, ഞങ്ങളൊക്കെ അതിന് കിട്ടുമെന്ന് വിചാരിച്ചു. അതിനുള്ള ഇതുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്നാലും ഇപ്പൊ എല്ലാവരും അവനെ ഇഷ്ടമാണ്. കപ്പ് കിട്ടിയില്ലെങ്കിലും ആൾക്ക് അവിടെ വലിയ സ്വീകരണമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ ബിഗ് ബോസിലുള്ള പോലെ ആയിരുന്നോ അനീഷേട്ടൻ നാട്ടിലൊക്കെ? അതെ അതെ, കുഴപ്പമൊന്നുമില്ല. നല്ല പെരുമാറ്റവും നല്ല സ്വഭാവമൊക്കെയാണ്. ആളിങ്ങനെ ഒരു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോ ആള് ചോദിക്കും എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് ഉണ്ടാവുമോ? അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നെഗറ്റീവായിട്ട് അന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇഷ്ടക്കുറവ് തോന്നില്ല. എന്തുകൊണ്ടായിരിക്കും അനീഷേട്ടൻ്റെ ഒരു ലാസ്റ്റ് നിമിഷം കപ്പ് നഷ്ടമായെന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണെന്നറിയില്ല. കിട്ടും, എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട്, ഞങ്ങളെ കിട്ടാത്ത വിഷമമൊക്കെ ഉണ്ട്. നല്ല വിഷമമുണ്ട്. പരിപാടി കാണാറുണ്ടായിരുന്നു? ആ പരിപാടി കാണാറുണ്ട്. എപ്പോഴും ഇല്ല, പക്ഷേ സുഖമില്ലാത്ത കാരണം എപ്പോഴും കാണില്ല, ഇടയ്ക്കിടയ്ക്ക് കാണും. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എന്തുകൊണ്ടെന്ന് പോയി. കുഴപ്പമില്ല, പക്ഷേ നമ്മൾ വിചാരിച്ചാലൊക്കെ ഭംഗിയായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചെറുപ്പത്തിലേ കണ്ടുവിട്ടില്ല കുട്ടീനെ. അപ്പോൾ അതിനെല്ലാം ഭംഗിയായിട്ടാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹം എല്ലാവർക്കും അവിടെ. നമ്മൾ അതിലൊന്നും കുഴപ്പമില്ല, നല്ല സ്നേഹം. എല്ലാവരും ഞങ്ങളെല്ലാവരും അവിടെ വന്ന് ഒക്കെ സ്വന്തക്കാർ ഒക്കെ മിഠായി ലഡു കൊടുത്ത് പറയുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. മനസ്സിലാവും, അങ്ങനെ തന്നെയാണ്. ആൾക്കാർ കണ്ടോന്ന ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് അറിയാനല്ല ഇല്ല, ആൾക്കാർ വരുന്ന ആൾക്കാർ അറിയുന്നില്ല. പക്ഷേ കണ്ടോന്ന ആൾക്കാർ വരുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. പത്തനംതിട്ട എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാണാൻ. അത് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ, കാര്യം പറയാല്ല. ഇത് എത്തുന്നത് ഇത്രയും നല്ല, പക്ഷേ
പിന്നെ സ്റ്റാർട്ടിങ് അടിച്ച് പൊളിച്ചാള് പരിപാടിയൊക്കെ വന്നായിരുന്നു. പിന്നെ പറയാൻ പറ്റും. എങ്കിലും നാടിന്റെ അഭിമാനമായി മാറി. പിന്നെ അടിപൊളിയായി കണ്ണൂർക്ക് പേരായി. ചേട്ടാ ഇപ്പൊ അനീഷേട്ടനെ കാണാൻ വന്നതാണോ? അതെ, വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിലേക്ക് വന്ന അനീഷേട്ടന്റെ ഫാനാണ്. എന്തുകൊണ്ടാണ് അനീഷേട്ടൻ ഇത്ര ഇഷ്ടം? അനീഷേട്ടനെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സീസൺ 7 നമ്മൾ അധികം 3 ദിവസമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അനീഷേട്ടൻ്റെ ഇതും ഇതായപ്പോൾ ചലഞ്ചായപ്പോൾ നമുക്ക് അനീഷേട്ടനോട് ഇഷ്ടം തോന്നി. ഞങ്ങളുടെ അവിടെ ഫാൻ ക്ലബ്ബ് ഉണ്ട്, ബിഗ് ബോസിൻ്റെ. അപ്പോൾ അതിൽ ഇപ്പൊ കണ്ടിട്ട് അനീഷേട്ടനോട് സംസാരിച്ചല്ലോ. എന്താ പറഞ്ഞത്? സംസാരിച്ചു, നന്ദി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അനീഷേട്ടൻ ഒരു ലാസ്റ്റ് നിമിഷം കപ്പ് കിട്ടാതായതിലൊരു വിഷമമുണ്ട് തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ അനീഷേട്ടൻ്റെ പെർഫോമൻസ് നല്ലതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇതായിപ്പോയി. ഇപ്പോ അനുമോൾക്ക് കപ്പ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ PR ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. PR അത് നമുക്കറിയില്ലല്ലോ, അത് അവർ പറയണമല്ലേ. PR വർക്കായിരിക്കാം. അല്ലാണ്ട് ഇപ്പം 40% വോട്ടിങ്ങിന് നമുക്കറിയാം. ലാസ്റ്റ് നിമിഷം 40%, 41 അനീഷേട്ടൻ അങ്ങനെ ഒന്ന് താഴ്ന്നു പോയപ്പോൾ ലാലേട്ടൻ പറയാമെന്നുള്ളതുണ്ട്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ഇത് ചെയ്യണമായിരുന്നു. അതാണ്, ലാലേട്ടൻ പറയരുതായിരുന്നു. അതിലൊരു പ്രതിഷേധം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, തീർച്ചയായും. ഓക്കെ. അപ്പോൾ അനീഷേട്ടൻ ഇത് അനുമോളെ പ്രപ്പോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് അവരുടെ കാര്യങ്ങളല്ലേ, അതെങ്ങനെയാന്ന് നെഗറ്റീവായി മാറിയിട്ടുണ്ടാവോ? നെഗറ്റീവായിട്ട് എനിക്കറിയില്ല. അത് ചേട്ടനോട് തന്നെ ചോദിക്കുക. കാരണം അവരുടെ ഇതല്ലേ, ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, അത് അവരുടെ. എന്തുകൊണ്ടായിരിക്കും അനീഷേട്ടൻ ഒരു കപ്പ് നഷ്ടമായെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് അതിനകത്ത് PR വർക്ക് ഉണ്ടെന്നാണ്. അഖിൽമാരാരുടെ കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ കണ്ടതാണ്. അതാണ് അഖിൽമാരാര പറഞ്ഞ ഞാൻ അനുമോളിൽ PR വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അതൊക്കെ അനുമോൾക്ക് അനുകൂലമായിരിക്കാം. ഓക്കെ. ഇനി നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇനിയും വരുമോ അനീഷേട്ടനെ കാണാൻ? തീർച്ചയായും വരും. ഇപ്പൊ നിങ്ങളുടെ നാട് എവിടെയാണ്? നിങ്ങളുടെ നാട്? എൻ്റെ നാട് വൈക്കമാണ്. വൈക്കം വെച്ചൂര്. ഓക്കെ. വൈക്കത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അനീഷേട്ടനെ കാണുക എന്നുള്ള ഒറ്റ കാര്യത്തിന്റെ പുറത്താണ് ഇത്രയും ദൂരം. അതെ. ഇന്നലെ ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇന്നലെ എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഞങ്ങളുടെ പ്രദേശത്തൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഇഷ്യൂസാണ്. അത് അങ്ങനെ പോയതാണ്. ഇല്ലേ ഞാൻ ഇന്നലെ തന്നെ വിമാനത്താവളത്തിൽ വന്നേന്. അപ്പൊ എന്തൊക്കെ പറയുന്നു നിങ്ങളുടെ ഇപ്പോൾ ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എന്താണ് ചർച്ച? ഇപ്പൊ അനീഷേട്ടന്റെ കപ്പ് കിട്ടാതായതോടുകൂടി എന്താണ് ചർച്ച? വളരെ വിഷമം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നറിയില്ല, അനീഷേട്ടനോട് തന്നെ ചോദിച്ചു.